ഞാനിപ്പോൾ നിൽക്കുന്നത് രജൗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരുവിലാണ്. അതായത് ഈ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശത്താണ്. അവിടെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിൽ രജൗരിയിലെ അഡീഷണൽ ഡെവലപ്മെന്റ് കമ്മീഷണറായ രാജ്കുമാർ ഥാപ്പയുടെ ദാരുണമായ മരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഥാപ്പയുടെ വീട്ടിന്റെ മുൻഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് നമുക്കിവിടെ കാണാം ഈ സ്ഫോടനത്തിന്റെ ശക്തിയിൽ, ഈ ഷെല്ലിങ്ങിന്റെ ശക്തിയിൽ ഇവിടുത്തെ ഈ ബാരിക്കേഡുകളൊക്കെ, കാരണം ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ബാരിക്കേഡുകളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്, അത് മുഴുവനായി തകർന്നിട്ടുണ്ട്. ഇതിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ തകരുകയും ചെയ്തിട്ടുണ്ട്. ഈ ഥാപ്പയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഈ വീട് ഇതാണ് ജമ്മുവിലെ ഈ അഡീഷണൽ ഡെവലപ്മെന്റ് കമ്മീഷണറായ ഥാപ്പയുടെ വീട്. ഥാപ്പയുടെ ഔദ്യോഗിക വാഹനമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ വാഹനത്തിൽ ഈ ഷെല്ലുകൾ തറച്ച് ഉണ്ടായിരിക്കുന്ന കേടുപാടുകളൊക്കെ നമുക്ക് കാണാം. ബോണറ്റിൽ ഉൾപ്പെടെ ഇതിൽ ഈ ദ്വാരങ്ങൾ, തുളകളൊക്കെ വീണിട്ടുണ്ട്. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ ജമ്മു കാശ്മീരിന്റെ ഉപമുഖ്യമന്ത്രി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വാഹനത്തിലാണ് രാജ്കുമാർ ഥാപ്പ എന്ന ജമ്മുവിലെ ഈ രജൗരിയിലെ ഏറ്റവും ജനപ്രിയ ഉദ്യോഗസ്ഥരിൽ ഒരാൾ എന്ന് നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന ഥാപ്പ ഈ സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹം ഇന്നലെ മുഴുവൻ ഈ ജമ്മു കാശ്മീർ ഉപമുഖ്യമന്ത്രിക്കൊപ്പം ഈ വസതി ഈ രജൗരിയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുകയും ഈ അതിർത്തി മേഖലകളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ഇവിടെ പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിൽ നാട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരെ, ഈ ഉപമുഖ്യമന്ത്രിയെ മറ്റും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ ചുവരിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ ഈ ചുവരൊക്കെ മൊത്തം തകർന്ന്, അതായത് വലിയ കേടുപാടുകളാണ് ഈ ഷെല്ലിങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിനുള്ളിൽ, അതായത് ഥാപ്പയുടെ ഈ മുറി ഇതാണ്, ഈ മുറിക്കുള്ളിലാണ് ഈ ഷെല്ല് പതിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തുടർന്നാണ് ആ ദാരുണമായ സംഭവത്തിലാണ് ഥാപ്പ കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഥാപ്പയുടെ വിയോഗം ലോകം അറിയുന്നത്. നമുക്ക് അതിനകത്തൊക്കെ ഇപ്പോൾ ഈ സംഭവം, അതായത് ഈ കെട്ടിടം മുഴുവൻ പോലീസ് ഈ പൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ രാവിലെ പുലർച്ചെ ഉണ്ടായ ഷെല്ലിങ്ങിലാണ് ഇവിടേക്ക് ഈ ഷെല്ല് വന്ന് പതിക്കുകയും ഈ വീട്ടിനുള്ളിലായിരുന്നു ഈ ഷെല്ല് പതിച്ചത്. തുടർന്ന് ഉണ്ടായ ഈ കേടുപാടുകളും മറ്റുമാണ് നമ്മൾ കാണുന്നത്. ഈ പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ വീടിന്റെ മൊത്തത്തിലുള്ള, അതായത് വീട്ടിന്റെ കാര്യമായ കേടുപാടുകളൊക്കെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇതിനു പുറമെ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു സ്ഥലമാണ് ഇത്. ഈ പ്രദേശത്തേക്ക് നമ്മൾ പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ പല വീടുകൾക്കും ഥാപ്പയുടെ വീട്ടിന്റെ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലൊക്കെ ഉണ്ടായ കേടുപാടുകൾ, അതൊക്കെ ഇപ്പോൾ നാട്ടുകാർ ആ കേടുപാടുകളൊക്കെ മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിന്റെ എതിർവശത്തുള്ള വീട്ടിൽ ഉണ്ടായിരിക്കുന്ന കേടുപാടുകൾ നമുക്ക് കാണാവുന്നതാണ്. ഏതാണ്ട് ആ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിന്റെ ഈ അവിടെയും മറ്റൊരു ഷെല്ല് പതിച്ച ഒരു കെട്ടിടമാണ്. അതായത് ഒന്നിലേറെ ഷെല്ലുകൾ ഈ പ്രദേശത്ത് വീണിട്ടുണ്ട്. അതാണ് ഈ കെട്ടിടത്തിൽ ഈ ഡെവലപ്മെന്റ് കമ്മീഷണറുടെ രാജ്കുമാർ ഥാപ്പയുടെ വീട്ടിന്റെ നേരെ എതിർവശത്തുള്ള വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും കാര്യമായ കേടുപാടുകളുണ്ട്. ഏതായാലും ഈ പ്രദേശത്തു നിന്നുള്ള ആൾക്കാരെല്ലാം തന്നെ അവരുടെ താമസം ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. കാരണം അത്രത്തോളം വലിയ കേടുപാടുകൾ ഈ പാകിസ്ഥാന്റെ ഈ ഷെല്ലിങ്ങിൽ, അതായത് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് രജൗരി മേഖലകളിൽ ഇങ്ങനെ വളരെ തത്വദീക്ഷയില്ലാത്ത രീതിയിൽ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ ഷെല്ലിംഗ് ഉണ്ടായിട്ടുള്ളത്.